ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, മൽക്കിസദേക്ക് മെൽക്കിസദേക്ക് എന്ന ഒരു പുരോഹിതന് ഈ അബ്രഹാം വന്ന് ദശാംശം കൊടുത്തതായിട്ട് ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഈ ദശാംശത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് വിശ്വാസജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ദൈവം തരുന്നതിനെ അവർക്ക് കാണിക്കുകയായിട്ട് കൊടുക്കണമോ, ദൈവം നമുക്ക് തരുന്നതല്ലേ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, പക്ഷെ ദശാംശത്തിനും അധികം കൊടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ദൈവവചനം പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തെ പരീക്ഷിച്ച് നോക്കാനാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ പറയുകയാണ്, മനുഷ്യൻ ദൈവത്തെ വഞ്ചിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് വഞ്ചിക്കുന്നു എന്ന് വെച്ചാൽ, അത് ദശാംശത്തിലും കാണിക്കകളിലും തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ദശാംശം കാണിക്കയും കൊടുക്കുമ്പോൾ നാം അതൊരു മനുഷ്യന് കൊടുക്കുന്നതല്ല, ദൈവത്തിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ദൈവം തൻ്റെ ആശാരിയ മക്കൾക്ക് ആ ഒരു ദശാംശം കൊണ്ട് ഒരു ജീവിതം പറഞ്ഞിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ദൈവം പറയുകയാണ്, ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവനും അതിൻ്റെ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ, നാം ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു വാക്ക് നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവനും അനുഗ്രഹമില്ലെങ്കിൽ നാം കൊടുക്കുന്ന ദശാംശത്തിനും കാണിക്കകൾക്കും നമുക്ക് നിർബന്ധമായിട്ടും ദൈവം പ്രതിഫലം തരും. എന്നു പറഞ്ഞാൽ, നാം ഈ കൊടുക്കുന്നത് ഭൂമിയിൽ ആരും കണക്ക് വെച്ചില്ലെങ്കിലും സ്വർഗസ്ഥനായ ദൈവം തൻ്റെ സന്നിധിയിൽ കണക്ക് വെച്ചിട്ടുണ്ട്. നാം ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് ഒരു പുരോഹിതനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നാം കൊടുക്കുന്ന ഒരു സാധനം, അതിൻ്റെതായ പ്രതിഫലം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കിട്ടും. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട ദശാംശം കാണിക്കകളും ദൈവനാമ മഹത്വത്തിനായി കൊടുത്ത് നന്മ പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ആമേൻ.